Go forth and set the world on fire. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ മുതൽ നിരവധി ഈശോസഭ മിഷണറിമാരെ പ്രചോദിപ്പിച്ചിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വാക്കുകളാണിത്. ഈശോസഭയുടെ ആരംഭം മുതൽ ഇന്നുവരെ എല്ലാ ഈശോസഭക്കാരെയും പ്രചോദിപ്പിച്ചു പോകുന്നത് ലോകത്തെ ദൈവസ്നേഹത്തിൽ ജ്വലിപ്പിക്കാനുള്ള ഈ അഗ്നിയാണ്. നമ്മുടെ ഭാരത മണ്ണിലേക്കും കേരളത്തിലേക്കും നിരവധി മിഷണറിമാർ കടന്നു വന്നു. അവരിൽ ഒരാളാണ് അർണോസ് പാതിരി എന്നറിയപ്പെടുന്ന ജോൺ ഏണസ്റ്റ് ഹൻസ്ലേട്ടൻ. അമ്മ കന്യാമണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ. ഈ കാവ്യം കേൾക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ ഇത് രചിച്ചത് ജർമ്മൻ സ്വദേശിയായ അർണോസ് പാതിരി എന്ന ഈശോസഭ വൈദികനാണെന്ന സത്യം എല്ലാവർക്കും അറിയണമെന്നില്ല. 1699 തൻ്റെ 18-ാം വയസ്സിലാണ് അർണോസ് പാതിരി ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയത്. കാലാവസ്ഥാ ഭീഷണികളും കടൽ കൊള്ളക്കാരുടെ ശല്യം നിറഞ്ഞ കപ്പൽ യാത്ര അതീവ ദുർഘടമായിരുന്നു. അർണോസ് പാതിരിയെ ഈശോസഭയിലേക്ക് സ്വീകരിച്ച ഫാദർ വില്യം വെബറും സഹോദര തുല്യനായിരുന്ന ഫാദർ മേയറും ഈ യാത്രാമധ്യേ മരണമടഞ്ഞു. യാത്രയുടെ കാഠിന്യം ഇവിടെ വ്യക്തമാണ്. കേരളത്തിലെത്തിയതിനു ശേഷം അർണോസ് പാതിരി തൻ്റെ വൈദിക പരിശീലനം ആരംഭിച്ചു. എന്തായിരിക്കും അർണോസ് പാതിരിയെ പോലുള്ളവരെ ഇത്തരം സാഹസത്തിലേക്ക് നയിച്ച ശക്തി? പരിചിതമല്ലാത്ത നാടുകളിലേക്ക് പോകുവാനും അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനും ഈശോസഭക്കാരെ പ്രാപ്തമാക്കിയത് ദൈവ സാന്നിധ്യത്തിലും പരിപാലനയുമുള്ള വിശ്വാസം തന്നെയാണ്. ആഴത്തിലുള്ള ദൈവസാന്നിധ്യ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു കേട്ടിരിക്കുകയാണോ? നമുക്ക് സ്വയം ചോദിക്കാം. ഈ കൃപയ്ക്കായി നമുക്ക് ഇഗ്നേഷ്യസ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം യാചിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.